യേശുവിനെ മോചിപ്പിക്കാനുമുള്ള പീലാത്തോസിൻ്റെ ശ്രമവും പാളിപ്പോവുകയാണ്. ആ പേര് നിങ്ങൾ ശ്രദ്ധിച്ചോ? ബറാബാസ്. ബർ ആബ എന്ന് പറഞ്ഞാൽ ഹെബ്രായ ഭാഷയിൽ പിതാവിൻ്റെ മകൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ബർ ആബ, ബറാബാസ്. അയാളുടെ മുഴുവൻ പേര് യേശു ബറാബാസ് എന്നായിരുന്നു. നോക്കുക, ഒരു വശത്ത് യേശു പിതാവിൻ്റെ മകൻ, മറുവശത്ത് ക്രിസ്തുവായ യേശു, മിശിഹായായ യേശു പിതാവിൻ്റെ യഥാർത്ഥ മകൻ. ഒരു ബറാബാസിനെ വെറുതെ വിടുകയും മറ്റൊരു പിതാവിൻ്റെ മകനെ കുരിശിൽ തറയ്ക്കുകയും ചെയ്യുന്നതിലൂടെ എന്താണ് പരിശുദ്ധാത്മാവ് അർത്ഥമാക്കുന്നത്? പിതാവിൻ്റെ ക്രിമിനലുകളായ, കുറ്റവാളികളായ, പാപികളായ മക്കൾ ബറാബാസുമാർ നമ്മൾ വെറുതെ വിട്ടയക്കപ്പെടുകയും പിതാവിൻ്റെ നിർമ്മലനായ മകൻ, കറയും കളങ്കവുമില്ലാത്ത മകൻ ബർ ആബ നമുക്ക് പകരം കുരിശിലേറ്റപ്പെടുകയും ചെയ്യുന്നു.